ഈ ഗോലിയാത്ത് ഏകദേശം 10-40 ദിവസത്തോളം നിന്ന് തൻ്റെ സഹോദരന്മാരെ, ഒരു രാജ്യത്തെ മുഴുവൻ നിന്ന് വെല്ലുവിളിക്കുകയാണ്. ഫിലിസ്തീൻ എഴുന്നേറ്റ് നിന്ന് വെല്ലുവിളിക്കുകയാണ്. ആ സമയത്ത് ഗോലിയാത്തിനെതിരെ ദാവീദ് വരുന്ന രംഗം, ദാവീദ് വന്ന് പറയുകയാണ്, ഞാനും നീയുമായിട്ടല്ല യുദ്ധം. ഈ യുദ്ധം പിന്നെയോ ഇസ്രായേലിൻ്റെ ദൈവവും നീയും തമ്മിലാണ് യുദ്ധം. ഞാൻ വരുന്നത് ഇസ്രായേൽ മലനിരകളുടെ ദൈവത്തിൻ്റെ പേരിൽ വരികയാണ്. 1 ശമൂവേൽ 17:46 വചനത്തിൽ പറയുവാണ് ഒരു പ്രഖ്യാപനം. ഗോലിയാത്തിനോട് പറയുകയാണ്, യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. എല്ലാവരും പ്രഖ്യാപിക്കുകയാണ്. അർത്ഥം, ഞാൻ നിന്നെ തോപ്പിക്കുവല്ല, യഹോവ നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഒറ്റ പ്രഖ്യാപനമാണ്. ഇതിനു മുമ്പിൽ, ഈ പുറപ്പെടുന്ന വചനത്തിന് മുമ്പിൽ ഏത് ശക്തിക്ക് നിൽക്കാൻ പറ്റും? ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ദൈവത്തിൻ്റെ വചനമാണ്. ദാവീദ് തൻ്റെ കഴിവ് പ്രദർശിപ്പിക്കാനല്ല ഈ ആത്മയുദ്ധത്തിൽ നിൽക്കുന്നത്. യഹോവ ഇന്ന് ഏൽപ്പിക്കാൻ പോവാണ്. ഞാൻ നിന്നെ തോപ്പിക്കുവല്ല, യഹോവ നിന്നെ ഏൽപ്പിക്കുക.